പാലക്കാട്ട് നിന്ന് ഒരു വനിതാ പ്രൊഫസർ റിട്ടയർ ചെയ്തവരാണ് എന്നെ കാണാനായിട്ട് വന്നു. വളരെ ബുദ്ധിമുട്ടി വീടൊക്കെ അന്വേഷിച്ച് ആണ് അവർ വരുന്നത്. തലേ ദിവസം കോഴിക്കോട് താമസിക്കേണ്ടതായിട്ടും വന്നു അവർക്ക്. അങ്ങനെ രാവിലെ വളരെ യാദൃച്ഛികമായിട്ട് വീട്ടിലേക്ക് കയറി വന്നു. മുൻകൂട്ടി ഫോൺ ചെയ്തതോ ഒന്നും ഇല്ല. മുൻകൂട്ടി ഫോൺ ചെയ്യാതെ വരുമ്പോൾ ഞാൻ വീട്ടിലുണ്ടാവുകയില്ല. കാരണം പല ദിവസവും ഇപ്പം നാളെ 2 പ്രഭാഷണമാണ്, രാവിലെയുണ്ട് ഉച്ചയ്ക്കുമുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാതെ എൻ്റെ മേൽവിലാസം പോലും മുഴുവനായിട്ടും ഇല്ലാതെയാണ് അവർ കാണാനായിട്ട് വന്നത്. വളരെ ആദരവോട് കൂടിയിട്ട് അവർ വന്നു. എന്നെ കാണാനായിട്ട് പുറപ്പെട്ട കാര്യം, ഇവിടെ എത്താനുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു. ഞാനൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. താങ്കൾക്ക് മനുഷ്യൻ്റെ ഓറ നോക്കാൻ അറിയാം എന്ന്. അപ്പം ഞാൻ നിഷേധിച്ചില്ല. കാരണം മനുഷ്യൻ്റെ ചുറ്റും ഒരു പ്രകാശവലയമുണ്ട്. ആ പ്രകാശവലയത്തിനെ ഓറ എന്ന് വിളിക്കാറുണ്ട്. മനുഷ്യർക്കുണ്ട്, ജീവജാലങ്ങൾക്കുണ്ട്, വൃക്ഷങ്ങൾക്കും ചെടികൾക്കുമുണ്ട്, പല വസ്തുക്കൾക്കുമുണ്ട്. 3 ഡൈമെൻഷനിലേക്ക് വന്ന ഏതൊരു കല്ലിൻ്റെ കഷ്ണത്തിനുമുണ്ട്. പക്ഷെ അതിനൊക്കെ ഓറ വളരെ ചെറുതായിരിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചും കൂടി വികസിച്ച ഒരു കാര്യം ആണ്. അതിൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ട് പലയിടത്തിലും. അതിന് കെർലിയൻ ഫോട്ടോഗ്രാഫി എന്ന് പറയാറുണ്ട്. അതേസമയത്ത് അതിൻ്റെ ഒരു പരിമിതിയും കൂടി നമ്മൾ പറയണം. കാരണം ഒരു കാര്യം പറയുമ്പോൾ അത് അന്ധവിശ്വാസത്തിലേക്ക് പോകരുത്. അതിലൊരു ശാസ്ത്രീയത ഉണ്ടാകണം. പണ്ടത്തെ ശിവകാശി കലണ്ടറിലൊക്കെ ദേവതകളുടെ ചിത്രത്തിൻ്റെ ചുറ്റും ഒരു പ്രകാശവലയം ഉണ്ടാക്കി വയ്ക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഓറ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രകാശവലയമല്ല. നമുക്ക് ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കാൻ നിർവാഹമുള്ളൂ. അതൊരു പ്രകാശം എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രകാശം എന്ന് പറഞ്ഞാൽ ലൈറ്റല്ലേ. മനുഷ്യന് ചുറ്റുമുള്ള അതിനൊരു വാക്ക് പറയാനില്ല എന്നുള്ളതാണ് സത്യം. ആ വാക്ക് പറയാനില്ലാത്തതുകൊണ്ട് അത് മനസ്സിലാക്കാൻ ഓരോ വ്യക്തിയുടെ ചുറ്റും ഒരു പ്രകാശവലയം ഉണ്ട്. അത് കൂടി വരും, കുറഞ്ഞു വരും. പ്രഷർ മാതിരിയാണ്. പ്രഷർ ഇടയ്ക്ക് കൂടും, ഇടയ്ക്ക് കുറയും. ഓരോരുത്തർക്കും ഓരോന്നാണ് പ്രഷറിനെ കുറിച്ചുള്ള സംവിധാനം. അത് ഇന്ന രീതിയിൽ വന്നാൽ പ്രഷർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലോകത്തെ മുഴുവൻ ഒതുക്കാനായിട്ട് കഴിയില്ല. ഒരാൾക്ക് പ്രഷർ ഉണ്ടാവും, വേറെ ആൾക്ക് അത്രയും യൂണിറ്റ് ഉണ്ടെങ്കിലും പ്രഷർ ഉണ്ടാവണമെന്നില്ല. ഇലക്ട്രിസിറ്റി മാതിരി. ഇലക്ട്രിസിറ്റി വലിയ വോൾട്ടേജ് ഉള്ളത് പിടിച്ചാൽ വരെ ചിലർക്ക് ഷോക്കടിക്കില്ല. അങ്ങനത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയുകയും ചെയ്യാം. ഓറയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കേണ്ട വ്യക്തിക്ക് ചില സിദ്ധികൾ ഉണ്ടാകണം. 8, 4, 12 എന്നുള്ള രീതിയിൽ കണക്ക് പഠിച്ചവർക്ക് ഓറയെക്കുറിച്ച് പഠിക്കാനായിട്ട് പറ്റുകയില്ല. ആ ഓറയെക്കുറിച്ച് അറിയുമ്പോൾ നമ്മളിലൊക്കെ ഒരംശമുണ്ട്. മൃഗശാലയിൽ ഒരു കൂട്ടിനകത്ത് ചെല്ലുമ്പോൾ ആ സിംഹം എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നുണ്ടല്ലോ. ഒരു പാമ്പ് എന്താ പോയി ചിന്തിക്കണം, ഇങ്ങോട്ട് അടുത്തേക്ക് വരുമോ നമുക്കറിയാമല്ലോ.
നായ കടിക്കാൻ വരുമ്പോൾ ഇത് അടുത്തേക്ക് വരുമോ കടിക്കുമോ നമുക്ക് അറിയാം. ഇത് വളരെ നേരം ഒരു ഗുരുവിൻ്റെ മുമ്പിലിരുന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷെ എന്നെ കാണാൻ വന്ന അവരായിട്ട് ഒരു 15 മിനിറ്റ് സംസാരിച്ചപ്പോഴേക്കും കാക്കി ഷർട്ടിട്ട ഒരാൾ കയറി വന്നു. നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഓട്ടോറിക്ഷയിലാണ് വന്നിരിക്കുന്നത്. എന്നോട് ഈ വിവരം പറഞ്ഞില്ല. ഓട്ടോറിക്ഷക്കാരൻ അവിടെ വെയിറ്റ് ചെയ്ത ആളെ കാണാത്തതുകൊണ്ട് വന്നതാണ്. അപ്പോൾ ചെറിയൊരു ക്ഷോഭം തോന്നിയെങ്കിലും അവരോടൊന്നും കാണിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇതങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യുക അതിന് മുമ്പ് നടക്കുന്ന കാര്യം അല്ല. അതിന് കുറച്ച് സമയം വേണം, സാവകാശം വേണം. ഇത് ഓരെപ്പറ്റി പഠിച്ച ആളും മുമ്പിലിരിക്കുന്ന ആളും തമ്മിൽ ഒരു അദ്വൈത ഭാവത്തിലേക്ക് വരണം. രണ്ടില്ലാത്ത ഭാവം. അതുകൊണ്ടാണ് ഇതിനെ സൂക്ഷ്മ കാര്യങ്ങൾ, സൂക്ഷ്മ രഹസ്യങ്ങൾ എന്ന് പറയാൻ കാരണം. രഹസ്യം എന്ന് പറഞ്ഞാൽ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാത്തത് എന്നല്ല. ഇനി ഈ വിഷയം വിടുക. നമ്മളുടെ ആദ്യകാലത്തെ ചികിത്സ, അത് ആയുർവേദമാണെങ്കിലും സിദ്ധവൈദ്യമാണെങ്കിലും ഒരു വൈദ്യരെ കാണാൻ പോയാൽ ആ മുൻപിൽ ഇരിക്കുമ്പോൾ രോഗമെന്താണ് എന്ന് വൈദ്യർക്ക് മനസ്സിലാകും. ദർശനത്തിൽ നിന്ന് മാത്രം മനസ്സിലാകും. ദർശനം മാത്രം മതി. ഇന്ന രോഗമുണ്ടല്ലേ. ആന്തരികമായ അവയവങ്ങൾ നമുക്കുണ്ട്. അതിനെ പ്രകാശിപ്പിക്കുന്ന ബാഹ്യമായിട്ടുള്ള അവയവങ്ങളും നമുക്കുണ്ട്. കരള്, അത് ആന്തരിക. പക്ഷെ കണ്ണുകൾ പൊതുവെ ബാഹ്യമാണ്. അപ്പോൾ കണ്ണിലേക്ക് നോക്കുമ്പോൾ കരളിനകത്ത് എന്താണെന്ന് മനസ്സിലാവും. കണ്ണും കരളും നമ്മൾ പറയാറുണ്ടല്ലോ. വ്യക്തിയുടെ ഓറ നോക്കിയാൽ തന്നെ ഇങ്ങോട്ടൊന്നും പറയാതെ കാര്യങ്ങൾ അറിയുന്ന വൈദ്യന്മാർ ഉണ്ടായിരുന്നു. ആ വൈദ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട. ചികിത്സാ രീതിയുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അതാണ്. ഉത്തമം. ആളെ കണ്ടു, ഇരിക്കാൻ പറഞ്ഞു, ഓറ കണ്ടു, ഇന്ന തകരാറുകളുണ്ട്, അത് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് വന്നതാണ്, അത് തിരുത്തണം. അത് തിരുത്തിയാൽ രോഗം മാറും. അവിടെ മരുന്നിൻ്റെ പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല. പ്രകൃതിയിൽ മരുന്ന് വരുന്നതൊക്കെ പിന്നീടാണ്. ഉത്തമം ദർശനം. അത് കഴിഞ്ഞിട്ട് അതല്ലാത്ത ചില കാര്യങ്ങൾക്ക് ദർശനം പോരാ, സ്പർശവും വേണ്ടി വരും. ആ വ്യക്തിയുടെ നാഡി പരിശോധിക്കുക. നാഡി പരിശോധിക്കുന്നതിൽ തന്നെ നേരിട്ട് രോഗിയെ കണ്ടില്ലെങ്കിലും ശരി, ആ രോഗി പറഞ്ഞയച്ച ആളുടെ നാഡി നോക്കി പരിശോധിക്കുന്ന ഒരു ചികിത്സയുണ്ട് ഭാരതത്തിൽ, ഹിമാലയത്തിലൊക്കെ ഉണ്ട്. നാഡി, സ്പർശനാഡി. ആ നാഡിയെ നോക്കി ആണ് ചികിത്സിക്കുക. ഹിമാലയത്തിൽ അങ്ങനെ ചില യോഗികളുണ്ട്. ഞാൻ ദൂതനാഡി എന്നുകൊണ്ട് ചെറുകഥ എഴുതിയിട്ടുണ്ട്. ഏതോ കൊല്ലത്തെ ഓണപ്പതിപ്പിലായിരുന്നു അത് വന്നത്. ദൂതനാഡി. ദൂതൻ്റെ നാഡി നോക്കിയാൽ
രോഗം മനസ്സിലാവും. അച്ഛൻ അസുഖമാണ്, വന്നിരിക്കുന്ന മകൻ. മകൻ്റെ നാടി നോക്കിയാൽ മനസ്സിലാവും. അതൊക്കെ 100% ആധുനിക ലോകത്ത് പ്രാവർത്തികമാണ് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഉത്തമത്തിൽ നിന്ന് മധ്യമത്തിലേക്ക് കടക്കുമ്പോൾ സ്പർശവും വേണ്ടി വരും. ആദ്യത്തെ ഉത്തമം ദർശനം, രണ്ടാമത്തെ മധ്യമം സ്പർശം. കിടക്കാൻ പറയണം, നാടി നോക്കൊക്കെ ചെയ്യേണ്ടി വരും. മൂന്നാമത്തെ ആയപ്പോൾ കുറച്ചുകൂടി കോമൺ ആയി. കാരണം അതിൽ ദർശനം തന്നെ വന്നല്ലോ, സ്പർശമുണ്ട്, സംഭാഷണവും ഉണ്ട്, വർത്തമാനം. എന്തൊക്കെയാ കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അപ്പോൾ ഈ രോഗിക്ക് പറയാനുള്ളതൊക്കെ പറയും. ആ പറയാനുള്ളതൊക്കെ കേട്ടിട്ടാണ് പിന്നെ മരുന്നും കൊടുക്കുന്നു. അതിന് ഉത്തമത്തിൽ നിന്ന് വളരെ അകലത്തേക്ക് വന്നു. ഈ ഉത്തമമായുള്ള ചികിത്സാ രീതി വളരെ സിദ്ധിയുള്ള വൈദ്യന്മാരും സന്യാസിമാരും ചെയ്യുന്നതാണ്. സാധാരണഗതിയിൽ ഒരു വൈദ്യർ ദർശനം, ആളെ കണ്ടു, സ്പർശിച്ചു, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അവിടം കൊണ്ടും കഴിഞ്ഞില്ല. പിന്നീട് എന്ത് സംഭവിച്ചു? അതിനെ നമ്മൾ അധമം എന്നോ ഒക്കെ വെളിപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും ശരി, രക്തം, മലം, മൂത്രം എന്നൊക്കെ യന്ത്രങ്ങൾ വഴി പരിശോധിക്കലാണ്. യന്ത്രപരിശോധനയാണ് പ്രധാനം. അവിടെ ഓറ നോക്കുന്നില്ല, പേഷ്യൻറ്റിനെ അറിയണ്ട, മുഴുവൻ യന്ത്രങ്ങളാണ് പരിശോധിക്കുന്നത്. ആധുനിക ലോകത്ത് ഈ യന്ത്രങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് ഒരു സാധാരണ സംഭവമായതുകൊണ്ട് അതിനെ വിമർശിക്കുന്നതിൽ വലിയ അർത്ഥം ഇല്ല. അതിനെപ്പോൾ നമ്മൾ വിമർശിക്കൊന്നും വേണ്ട, അത് സ്വാഭാവികമാണ്. പക്ഷേ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാത്തിനെയും പരിശോധിക്കുകയും അകത്തേക്ക് പോയതിനെ പരിശോധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അത്. ആധുനിക ലോകത്ത് ഇത്തരം ചികിത്സകളൊക്കെ വന്നിട്ടുണ്ട്. രക്തപരിശോധനയും സ്കാനിങ്ങും ഒന്നും വേണ്ടാമെന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. അതിനെ ശാസ്ത്രത്തിൻ്റെ വലിയ പുരോഗതിയായിട്ട് എണ്ണുന്നവർ ഉണ്ട്. തീർച്ചയായിട്ടും അത്തരം പുരോഗതികൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം തന്നെ മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ്. വളരെ മുമ്പത്തെ ഈ കാര്യം, ദർശനം. രോഗിയെ കാണുമ്പോൾ തന്നെ വൈദ്യൻ ദർശിച്ച മാത്രയിൽ ഓറ നോക്കി ഇന്ന വീക്ക്നെസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആധുനിക ലോകത്ത് അത് നടക്കുന്നുണ്ട്. ഡോക്ടർമാർ പേഷ്യൻറ്റിനെ ഓറ എന്നുള്ള വാക്കൊന്നും പറഞ്ഞില്ലെങ്കിൽ ശരി, ദർശിക്കുന്നുണ്ട്, സ്പർശമുണ്ട്. ദർശനവും സ്പർശവും സംഭാഷണവും ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വളരെ വലിയ പരിശോധനകളിലേക്ക് നീങ്ങുന്ന ഒരു സിസ്റ്റത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. കൗതുകപൂർവ്വം ഇതേക്കുറിച്ചൊന്ന് ചിന്തിച്ചു എന്ന് മാത്രം. ധന്യമീ ജീവിതം കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം പറയുന്നു. ഗുഡ് ബൈ.